ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വിഷു മേക്കപ്പ് ലുക്കാണ്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഒരു മേക്കപ്പ് ലുക്ക് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് പോകുന്നത്. എനിക്കറിയില്ല, ഞാൻ പഠിച്ചു വരുന്നുള്ളൂ മേക്കപ്പ്. എത്രത്തോളം ഇത് സക്സസ് ആവുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്തായാലും നമുക്ക് ട്രൈ ചെയ്യാം. ട്രൈ ചെയ്തിട്ടാണല്ലോ എല്ലാം സെറ്റ് ആവുന്നത്. ഞാനിവിടെ എല്ലാം എനിക്ക് ആവശ്യമുള്ള എല്ലാവരും നിരത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, മോയ്സ്ചറൈസറിൽ നിന്ന് തുടങ്ങാം. മോയ്സ്ചറൈസർ പോൺസിന്റെ മോയ്സ്ചറൈസർ ആണ്, സൂപ്പർ ലൈറ്റ് ജെല്ല് മോയ്സ്ചറൈസർ. ഓക്കെ, ഇതിൽ നിന്ന് തുടങ്ങാം. മൂക്ക് കടിക്കുന്നു. അതിന് മുമ്പ് നമ്മൾ സ്കിൻ കെയർ ചെയ്യണം. ഇത് സ്കിൻ കെയർ ആണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? ക്ലെൻസ് ചെയ്യണം. അപ്പോൾ ഞാൻ ക്ലെൻസ് ഒക്കെ ചെയ്ത് ഇപ്പോൾ കുളിച്ചു റെഡി ആയിട്ട് വന്നതാണ്. ഇനി മോയ്സ്ചറൈസർ എല്ലായിടത്തും നമ്മൾ എന്ത് മുഖത്തിട്ടാലും കഴുത്തിലും കൂടി ഇടണം എന്നുള്ളത് അനിവാര്യമാണ്. ഇത് എന്ത് ചെയ്താലും നമ്മളൊരു കുറച്ച് സമയം കൊടുക്കണം, ഇതൊന്ന് വലിയാൻ വേണ്ടിയിട്ട്. ഇപ്പം ഇത് കഴിഞ്ഞാൽ സൺസ്ക്രീൻ ആയാലും നമ്മൾ സമയം കൊടുക്കണം. സമയം കൊടുത്തായിരിക്കണം നമ്മൾ ഓരോ ലെയറും ഇട്ട് കൊടുക്കേണ്ടത്. ഇനി സൺസ്ക്രീൻ ഡെർമാക്കോയുടെ സൺസ്ക്രീൻ ആണ്. ഡെർമാക്കോയിലാണ് ഞാൻ വേറെ മിനിമലിസ്റ്റിൻ്റെയും അക്കോളജിക്കയുടെയും ഡോട്ട് ആൻഡ് കെയുടെ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. നല്ല സൺസ്ക്രീൻ ആണ്. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ്, എന്തായാലും അത്യാവശ്യം റിവ്യൂ ഒക്കെ ഉള്ള ഇതായതുകൊണ്ട് വാങ്ങിച്ചു കേട്ടോ. ആക്ച്വലി സൺസ്ക്രീൻ ഒക്കെ ഇടുമ്പോൾ മറ്റേ 3 ഫിംഗർ റൂളൊക്കെ, 3 ഫിംഗർ ആണോ 2 ഫിംഗർ ആണോ, ഏതോ ഒരു റൂൾ നോക്കിയിട്ടാണ് ഇടേണ്ടത് എന്നൊക്കെ പറയാം. 3 ഫിംഗർ ആണോ 2 ഫിംഗർ ആണോ എന്നും പറഞ്ഞപ്പോൾ ഡൗട്ടായി. കഴുത്തിലും ഇട്ടുകൊടുക്കും. നിങ്ങളുടെ വിഷു ഒക്കെ എവിടം വരെ എത്തി? ഇന്നിപ്പോൾ ഞാൻ എടുക്കുന്നത് 11-ാം തീയതി ആണ്. ചിലപ്പോൾ നാളെ അപ്ലോഡ് ചെയ്യും, 12-ാം തീയതി അപ്ലോഡ് ചെയ്യും. ഏകദേശം വിഷുവിനോടൊക്കെ അടുത്തിട്ടുണ്ട്. എല്ലാവരും വിഷുവൊക്കെ അതേപോലെ അടിച്ചു പിടിക്കാൻ ശ്രമിക്കാം. സെറ്റ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? ഫൗണ്ടേഷൻ മാർസിൻ്റെ ഫൗണ്ടേഷൻ ഹൈ കവറേജ് ആണ്. ഇത് ഷെയ്ഡ് 4 ഷെയ്ഡ്. ഈ മാർസിൻ്റെ ഇതിന് ഒരു പ്രത്യേകത ഉണ്ട്. കറക്റ്റ് ഷെയ്ഡ് വാങ്ങിക്കരുത്. നമ്മുടെ ഷെയ്ഡിനേക്കാളും ഒരു ഷെയ്ഡ് ടോപ്പിൽ നിൽക്കുന്ന ഹയർ ആയിട്ടുള്ള ഷെയ്ഡ് വാങ്ങിക്കാൻ ശ്രമിക്കുക. കാരണം ഇത് ഓക്സിഡൈസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ നമ്മുടെ സ്കിൻ ടോൺ ആയിട്ട് സെറ്റ് ആവും. അപ്പോൾ മാക്സിമം വാങ്ങിക്കുമ്പോൾ ഒരു ഷെയ്ഡ് അപ്പറായിട്ടുള്ളത് വാങ്ങിക്കാൻ ശ്രമിക്കുക. അപ്പം ഇനി നമ്മൾ ഇതിടാം. ഏകദേശം ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് വേർപ്പിൻ്റെ അസുഖമുണ്ട്. ഭയങ്കര വേർപ്പാണ്. ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ. ചൂടെന്ന് പറഞ്ഞാൽ അസഹനീയ ചൂട്, ഒട്ടും പറ്റുന്നില്ല. നിങ്ങളുടെയൊക്കെ അവിടെ ചോദിക്കണ്ടല്ലോ, നമ്മളൊക്കെ കേരളത്തിലല്ലേ.
ഓ അങ്ങനെയല്ല, എന്റെ വീഡിയോ ഞാൻ പുറത്തുള്ളവര് കാണുന്നുണ്ടെങ്കിലോ? ഇല്ലല്ലോ. നിങ്ങളവിടെ ഇത്രയും ചൂടുണ്ടോ ഗൈസ്? അയ്യോ, നമ്മൾ കഴുത്തിലിട്ടില്ല, കഴുത്തിലും കൂടി ഇങ്ങനെ 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 അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഇതാണ് എൻ്റെ ബ്രഷ് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ 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 ബ്ലെൻഡ് ചെയ്ത്, ശരിക്കും ബ്യൂട്ടി ബ്ലെൻഡർ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. പക്ഷെ എൻ്റെ ബ്യൂട്ടി ബ്ലെൻഡർ, ഞാൻ കണ്ണാടി എടുക്കാണ്, ബ്യൂട്ടി ബ്ലെൻഡർ ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫൗണ്ടേഷൻ കഴിഞ്ഞു. അയ്യോ, ഫൗണ്ടേഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കൺസീലർ ആണ്. കൺസീലർ മാഴ്സിൻ്റെ തന്നെ കൺസീലറാണ്. മാഴ്സിൻ്റെ തന്നെ ക്യാൻസൽ കൺസീലർ എന്ന് പറയുന്ന ഇതില് നാച്ചുറൽ ചാം എന്ന് പറയുന്നതാണ്. കൺസീലറിൻ്റെ ഡാർക്ക് സർക്കിളാണ് എനിക്ക് കൂടുതലുള്ളത്. സർക്കിള് ഇതവിടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇത് വെച്ചിട്ട് കൈ വെച്ചിട്ട് പതുക്കെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. മേക്കപ്പ് എന്നൊക്കെ പറയുന്നത് ഒരു കലയാണത്. നമ്മളിപ്പോൾ ഡാൻസ് ഒക്കെ പഠിക്കുന്ന പോലെയാണ് ഈ മേക്കപ്പ് എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്ത് 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 വേണം പഠിക്കാൻ. ഓക്കെ, നമ്മുടെ കൺസീലർ ഇട്ട് കുറച്ച് സമയം എടുത്തോട്ടോ, അല്ലെങ്കിൽ ബാക്കി ചെയ്യാൻ ചിലവര് എന്തെയും ടോണറും പ്രൈമറൊക്കെ ഉപയോഗിക്കും. പക്ഷെ ഞാൻ ടോണറും പ്രൈമറും ഉപയോഗിക്കുന്നില്ല ഇപ്പോൾ. പക്ഷെ അത് ഉപയോഗിക്കണം, അത് നല്ലതാ. ഈ ലാർജ് പോഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ ഇറ്റ്സ് നല്ലൊരു ഓപ്ഷനാണ്. ഓക്കെ, ഇനി നമുക്കിതാ ഈ ലിപ് ബാം ഇട്ട് വെക്കാമേ. ഇത് ഇപ്പോഴേ ഇട്ട് വെക്കുന്നത് നല്ലതാണ്. ഇത് ഹിമാലയയുടെ ലിപ് ബാമാണ്. ഓക്കെ, ഇനി നമ്മൾ ഏകദേശം ഇപ്പോൾ ഫൗണ്ടേഷൻ ഇട്ടു, കൺസീലർ ഇട്ടു. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഐ മേക്കപ്പ് ആണ്. ഐ മേക്കപ്പിന് സിസ് ബ്യൂട്ടിയുടെ ഈ ഐ ഷാഡോ പെല്ലറ്റ് ഉണ്ട്. സിസ് ബ്യൂട്ടിയുടെ പെല്ലറ്റിൽ നമ്മൾ ഫസ്റ്റ് എടുക്കാൻ പോകുന്നത് ഈ കളറാണ്. ഇതുമ്പോൾ ഷെയ്ഡൊന്നും എഴുതിയിട്ടില്ല, ആ കളറാണ് നമ്മൾ ഫസ്റ്റ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, ആ കളർ കഴിഞ്ഞു. നമ്മൾ ബ്രൗൺ കളറുണ്ട്. ഈ ബ്രൗൺ കളർ കൊണ്ട് ചെറുതായിട്ട് വരച്ചെടുക്കാണ്. എന്നിട്ട് അത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് ഒന്ന് ഇട്ടുകൊടുക്കാം, എന്നിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാം. ആക്ച്വലി ഈ രണ്ടാമത്തെ ഐസ് ചെയ്യുന്നതാ കുറച്ചും കൂടി പാട്, മറ്റേനേക്കാളും. ഒരു ഐസ് നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാം, പക്ഷെ മറ്റേ ഐസ് നമുക്ക് കുറച്ച് ടൈം എടുക്കും. ഓക്കെ, ഇനി കുഴപ്പമില്ല. ഇനി നമ്മൾ ഇങ്ങനെ ഇത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ചെറുതായിട്ട് മതി കണ്ണിൻ്റെ ഈ അടിയിലും കൂടി ഇത് വെച്ചിട്ടൊന്ന് എഴുതി കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കൈയൊക്കെ വേർത്തു.
ബ്ലാക്ക് എടുത്തിട്ട് ബ്ലാക്ക് എടുക്കുക. ബ്ലാക്ക് എടുത്തിട്ട് അത് ഇവിടെ അത്ര ഒന്ന് എടുത്തു കൊടുക്കാം. ഇപ്പഴുത്തും അരച്ചെടുക്കാമേ. പതുക്കെ ഇത് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഇടയിൽ ഒരു കോപ്പർ ഷിമ്മർ ഷെയ്ഡ് ഉണ്ട്. ഈ ഷെയ്ഡ് പതുക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി മാത്രം ഇനി താഴെ നമ്മൾ ഇതുണ്ട് വെനയുടെ ഈ കാർഡ്സ് എഴുതി കൊടുക്കാണ് താഴെ. കണ്ണിൻ്റെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്കിത് ഈ ബ്ലാക്ക് ഉണ്ടല്ലോ, ഈ ബ്ലാക്ക് കൊണ്ട് ഇങ്ങനെ 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 ഒന്ന് ഈ ബാക്കി ഇരിക്കണോണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചെയ്യാൻ ബാക്കി മസ്കാര, ഇത് മെപ്ലൈൻ്റെ കൊളോഷ്യൽ മസ്കാരയാണ്. അപ്പം അതിടാം. അപ്പൊ കണ്ണിന്റെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്ലഷ് ആണ്. ബ്ലഷ് നമ്മൾ കൈ കൊണ്ട് അപ്ലൈ ചെയ്യാം. ഇത് ലവർത്തിന്റെ ബ്ലഷ് ആണ്. മൂക്ക്, താഴെ, ഐബ്രോ സെറ്റ് ചെയ്തിട്ടില്ല, നമ്മൾ ഐബ്രോ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇനി എന്താ ചെയ്യാനുണ്ട്? ഹൈലൈറ്ററും ജസ്റ്റ് ബ്യൂട്ടിയുടെ തന്നെയാണ്. ഈ ഹൈലൈറ്റർ ഉപയോഗിക്കാം. ഹൈലൈറ്ററിന്റെ ബ്രഷ് എന്തെങ്കിലും ഇല്ല. ഇനി നമ്മൾ ഇടാൻ പോകുന്നതാണ് ലിപ്സ്റ്റിക്. ഇത് മെബലൈൻ്റെ ലിപ്സ്റ്റിക് ആണ്. ഇതിൻ്റെ ലിപ്സ്റ്റിക്കിന്റെ റിവ്യൂ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണ്ടേ? പോയി കാണണം. താല്പര്യമുള്ളവർ പോയി കാണണം. ഓക്കെ. മാർസിന്റെ ഷെയ്ഡ് 16, പേരില്ല, ബെറിലേഷ്യസ് ബാലറ്റ് പറയുന്ന ലിപ്സ്റ്റിക് എടുക്കാം. എന്നിട്ട് ഇങ്ങനെ ഇതൊരു പിങ്കിഷ് ആണ്. മറ്റതൊരു ഓറഞ്ച് കളർ പോലത്തെ കളറാണ്. ഓക്കെ. അപ്പോൾ ഫേസിൻ്റെ ഏകദേശം കണ്ണിന് ഇങ്ങനെ വെള്ളം വന്നിട്ട് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ഇന്നെല്ലാം കഴിഞ്ഞില്ലേ? ഇന്നൊന്നുമില്ലല്ലോ, ഒന്നുമില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് സ്വിസ് ബ്യൂട്ടിയുടെ മേക്കപ്പ് ഫിക്സർ എടുക്കാം. ഏകദേശം എൻ്റെ സ്കിന്നിൻ്റെ കളറായി വരുന്നില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. കുറച്ച് സമയം എടുക്കും സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. പഠിക്കാണ്. ഒന്നുമില്ല.
മേക്കപ്പ് ഫിക്സ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ, പൊട്ട് ലാസ്റ്റ് വെക്കാം അല്ലേ. നമുക്ക് ഡ്രസ്സ് മാറി സെറ്റായിട്ട് മുല്ലപ്പൂവൊക്കെ വെച്ചിട്ട് വരാം. ഓക്കെ, അപ്പം നമ്മുടെ മേക്കപ്പും കഴിഞ്ഞു, റെഡിയായി. ഇതാ സാരിയൊക്കെ കൊടുത്തു, മുല്ലപ്പൂവൊക്കെ വെച്ചു, കമ്മലിട്ടു, വളയൊക്കെ ഇട്ടു, എന്താ മാല ഇട്ടു. ഓക്കെ, ഓൾ സെറ്റായിട്ടുണ്ട്. ഇതാണ് വിഷു ലുക്ക്, എൻ്റെ വകയുള്ള വിഷു ലുക്ക്. അപ്പോൾ ഇത് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അത്രേ ഉള്ളൂ. ഇതാണ് എൻ്റെ വിഷു ലുക്ക്. ഫുൾ ഇത് ഞാൻ ഷോർട്സിലിട്ടേക്കാം. എന്തായാലും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ആക്ച്വലി ഞാൻ ഈ സാരി അല്ല ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ചത്, ഞാൻ വേറെ സാരി എടുക്കാൻ ഉദ്ദേശിച്ചത്. ഇത് സെയിം ബ്ലൗസാണ്, പക്ഷേ ഇതിൻ്റെ ഒപ്പം, ഈ ബ്ലൗസിൻ്റെ ഒപ്പം ഞാൻ വേറൊരു സാരിയാണ് എടുക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ ആ സാരിക്ക് ലെങ്ത് ഇല്ലാത്ത പോലെ തോന്നിയപ്പോൾ ഞാൻ എന്തായാലും ഇതന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ്, ഇത്ര കാണാൻ പറ്റുന്നുള്ളൂ. ഇതാണ് എൻ്റെ വിഷു ലുക്ക്. എങ്ങനെയുണ്ട് ഗൈസ്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ വിഷുവിന് പറ്റുവാണെങ്കിൽ ഇത് ട്രൈ ചെയ്യാൻ നോക്കാം, ഈ മേക്കപ്പ് ലുക്ക് ട്രൈ ചെയ്യാൻ നോക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള മേക്കപ്പ് പ്രോഡക്റ്റ്സ് വെച്ച് സുന്ദരികളും സുന്ദരന്മാരും ഇത് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നാലും സുന്ദരികളും സുന്ദരന്മാരും ഒക്കെ ആവാം വിഷുവിന്. എന്തായാലും വല്ലപ്പോഴൊക്കെ അല്ലേ ഇങ്ങനെ ഒരുങ്ങാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ ദിവസങ്ങളൊക്കെ മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി എന്താ, അതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ഫോണിലേക്കാണ് നോക്കിയത്, പക്ഷെ ഞാൻ ക്യാമറയിലേക്കല്ല നോക്കിയത്. അപ്പോൾ ക്യാമറയിലേക്ക് നോക്കി ഞാൻ പറയുന്നു, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.